നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയ്ക്ക് ഇരട്ട നേട്ടം. 100% വിജയം കൊയ്ത സ്കൂളുകളുടെ എണ്ണം 239. തലക്കാട് പഞ്ചായത്തിൽ വിരമിക്കുന്ന അങ്കണവാടി പ്രവർത്തകർക്കുള്ള യാത്രയയപ്പും മുൻകാല പ്രവർത്തകരെ ആദരിക്കലും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ 32ാമത് വാർഷിക പൊതുയോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ഗോത്രനീതി വാത്സല്യധാര ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമായി. കിണറ്റിൽ വീണ ആടിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഭിന്നശേഷിക്കാർക്കായി ജില്ലാ കളക്ടറുടെ ഒപ്പം പദ്ധതി സൗജന്യ PSC പരിശീലന പരിപാടികൾക്ക് തുടക്കം. വിശദമായ വാർത്തകൾ. SSLC പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ A+ നേട്ടത്തിലും തുടർ പഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും തിളങ്ങി മലപ്പുറം ജില്ല. സംസ്ഥാനത്ത് ഒന്നാമതാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയ 79,901 വിദ്യാർത്ഥികളിൽ 79,730 പേർ തുടർ പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 99.79. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.03 കുറവുണ്ട്. എന്നാൽ A+ വിജയത്തിൽ മലപ്പുറം മുന്നിലെത്തി. ഇത്തവണ ഫുൾ A+ വിജയികളുടെ എണ്ണം 11,974. മുൻ വർഷത്തെ അപേക്ഷിച്ച് 98 പേർ അധികം. പരീക്ഷ എഴുതിയവരിലും തുടർ പഠനത്തിന് യോഗ്യത നേടിയവയിലും ആൺകുട്ടികളാണ് മുന്നിൽ. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ആദ്യ 3 സ്കൂളുകളും മലപ്പുറം ജില്ലയിലേതാണ്. വെട്ടം ന്യൂസ്, മലപ്പുറം. തലക്കാട് പഞ്ചായത്ത് അങ്കണവാടി ഹെൽപ്പേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തലക്കാട് പഞ്ചായത്തിലെ വിരമിക്കുന്ന അങ്കണവാടി പ്രവർത്തകർക്കുള്ള യാത്രയയപ്പും മുൻകാല പ്രവർത്തകരെ ആദരിക്കലും കമ്പറമ്പ് അങ്കണവാടിയിൽ നടന്നു. നമ്മുടെ കൂടെ ജോലി ചെയ്ത് നമ്മളിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയവരെ ഓർമ്മിപ്പിക്കുകയും അവർക്ക് നിങ്ങളൊരു സന്തോഷ സ്വീകരണം കൊടുക്കുകയും ചെയ്തതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ പരിപാടികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ ICDS റംല അധ്യക്ഷത വഹിച്ചു. നീതുലക്ഷ്മി, മഞ്ജു, സജിത, ലിത, ശ്രീജു, കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. തലക്കാട് പഞ്ചായത്തിലെ വിരമിക്കുന്ന അങ്കണവാടി പ്രവർത്തകർക്കുള്ള യാത്രയയപ്പും മുൻകാല പ്രവർത്തകരെ ആദരിക്കലും കമ്പറമ്പ് അങ്കണവാടിയിൽ നടന്നു. വെട്ടം ന്യൂസ്, തലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ 32ാമത് വാർഷിക പൊതുയോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ പൊതു തിരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ പ്രസിഡന്റ് P. കഞ്ഞുവു ഹാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നമ്മളെ സഹായിക്കില്ല. വിദേശികളാവട്ടെ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ കച്ചവടക്കാർ കിട്ടില്ല. എത്രയോ വിദേശികൾ വന്നിട്ട് കിറ്റുകളും മറ്റു സാധനങ്ങളും കൊടുക്കാറുണ്ട്. ഒരു കച്ചവടക്കാരനാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് മുതലാളിയാണ്, കച്ചവടക്കാരനാണ്. പക്ഷെ അവന്റെ വീട്ടില് ഒരു പക്ഷേ തീ പുകയുന്നുണ്ടാവില്ല. അങ്ങനത്തെ കച്ചവടക്കാരനുണ്ട്. അങ്ങനത്തെ ഒരു കച്ചവടക്കാരൻ മരിച്ചതാണ് നമ്മളെ കുടുംബസുരക്ഷാ പദ്ധതി വന്നതും ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 30,000 കൊടുക്കാനൊക്കെ തീരുമാനമായത്. അങ്ങനെ വന്നതാണ്, വെറുതെ ഉണ്ടായതല്ല. ഇതേപോലെ ആ പൊടിയാർത്ത് വൃത്തിയില്ല, വെടുപ്പില്ലാത്ത രൂപത്തിലുള്ള കച്ചവടത്തിന്റെ കാലഘട്ടം പോയി. കാലങ്ങൾക്കനുസരിച്ച് കച്ചവടക്കാരന് വേണം വേഷം മാറാൻ.
ആ പഴയ രൂപത്തിൽ തിരക്കുകളൊക്കെ മാറ്റി കച്ചവടത്തിന് നല്ല ഷോ വരുത്തി ഭംഗിയാക്കി വൃത്തിയാക്കി ആ തരത്തിൽ കച്ചവടം ചെയ്യുന്ന കച്ചവട കസ്റ്റമറിനോട് ആ തരത്തിൽ പെരുമാറി അപ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കോ എന്നുള്ള ചില നിലപാട് കച്ചവടക്കാർക്ക് ഉണ്ടാവുക. സാധനം വാങ്ങാൻ വരുമ്പോൾ നമ്മൾ മൊബൈലിലായിരിക്കും, ഒന്നും നോക്കുന്നില്ല. അതൊക്കെ മാറി കച്ചവടക്കാരെ ഒരു കസ്റ്റമർ വന്നാൽ അവനെ എങ്ങനെ നല്ല നിലയ്ക്ക് സ്വീകരിച്ച് അങ്ങനെ കച്ചവടം ചെയ്ത് അവനെ ഒരു എന്താ പറയുക അവരെ സ്നേഹം പിടിച്ചു പറ്റുന്ന രൂപത്തിലേക്ക് കച്ചവടക്കാരൻ അതിൻ്റെ മുതലാളി മാറണം, തൊഴിലാളികൾ അനുസരിച്ചിട്ടാവണം. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ നമ്മുടെ കച്ചവടത്തിൽ നമുക്ക് വരുത്താനുണ്ട്. തൃശ്ശൂർ അങ്ങാടിയിൽ നിന്ന് തൊഴിലാളി നേതാക്കന്മാരുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട തൊഴിലാളികൾ വ്യാപാരികളും എങ്ങനെ സമരം ചെയ്തു. എം.ഒ. ജോണിന്റെയും CN ജോണിൽ നിന്ന് മഹാന്മാരായിട്ടുള്ള വ്യാപാരി നേതാക്കന്മാർ അന്ന് ഒരു ദൃഢ നിശ്ചയം എടുത്തില്ലെങ്കിൽ ഇങ്ങനെ താന്നൂര് വ്യാപാര ഭവനോ താന്നൂരിലെ കച്ചവടക്കാർക്ക് ഇത് കൂടിയിരിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. മഹാനായ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി എം.ഒ. ജോണിന്റെ വീട്ടിൽ മുമ്പിൽ 40 ദിവസമാണ് ഒരു വിഭാഗം തൊഴിലാളികൾ വീട്ടുകാരെ പോലും പുറത്തിറക്കാതെ വീടിന്റെ മുമ്പിൽ സമരം. അന്നും ഇന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ആളുകളാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ സമരത്തിൽ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജീവൻ പോയാലും അതിൻ്റെ വ്യാപാരി സമൂഹത്തിന് ഒരു മാന്യത ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പോയിട്ട് മഹാന്മാർ നേതാക്കന്മാർ ഇന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുവന്ന് നമ്മൾ കടടക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ പലവരും ഇന്ന് കച്ചവടം ചെയ്യുമ്പോൾ അത് ഒരു കരികാലിപ്പണി. വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ട്രഷറർ പി ഷൺമുഖൻ പതാക ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ചു. ജില്ലാ പ്രസിഡന്റ് പി കഞ്ഞുവു ഹാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. താനൂർ യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ, ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ, ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാവ, ജില്ലാ വൈസ് പ്രസിഡന്റ് മലബാർ ബാവ, താനൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പന്നിക്കണ്ടത്തിൽ, താനൂർ യൂത്ത് വിംഗ് പ്രസിഡന്റ് KP ജംഷീർ, യൂനസ് ലിസ, വനിതാ വിംഗ് പ്രസിഡന്റ് വിമല വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ട് താനൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി MC റഹീമും വരവ് ചിലവ് ട്രഷറർ പി ഷൺമുഖനും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി NN മുസ്തഫ കമാൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിയായി MC റഹീം, ട്രഷറർ പി ഷൺമുഖൻ എന്നിവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. താനൂർ യൂണിറ്റ് സെക്രട്ടറി VP ശശികുമാർ സ്വാഗതവും MC റഹീം നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. ആദിവാസി സമൂഹത്തിന്റെയും വയോജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന ഗോത്രനീതി വാത്സല്യധാര ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതികളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് MB സ്നേഹലത നിർവഹിച്ചു. നമ്മുടെ ആദിവാസി സമൂഹത്തിനായി അല്ലെങ്കിൽ ഗോത്രവർഗങ്ങൾക്കായി ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്ന ഈ പദ്ധതി എത്രമാത്രം ഉപകാരപ്രദമായിരിക്കും. അത് ലോഞ്ച് ചെയ്യുക മാത്രമല്ല, ഇവിടെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ലോഞ്ച് ചെയ്തു അല്ലെങ്കിൽ അതൊരു രേഖ ഉണ്ടാക്കി ഒരു ഡോക്യുമെന്റ് ആക്കി അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തു എന്ന് പറയുന്നതിലല്ല, അതിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അത് പാരാലീഗൽ വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും വളരെ മഹത്തരമാണ്. പാരാലീഗൽ വോളണ്ടിയേഴ്സ് മുന്നോട്ടിറങ്ങിയാണ് ഈ കാര്യങ്ങൾ അവരുടെ അടുത്തെത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് ടു ജസ്റ്റിസ് എന്നത് അവരുടെ ഡോർ സ്റ്റെപ്പിൽ ചെന്ന് നീതി ആവശ്യമുള്ളവർക്ക് അവരുടെ ഡോർ സ്റ്റെപ്പിൽ ചെന്ന് മുട്ടി വിളിച്ച് ഇതാ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പാനായിട്ട് കഴിയണം. അവരുടെ കണ്ണീരൊപ്പുക എന്ന് പറയുമ്പോൾ ഗോത്ര നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല നിയമങ്ങളെയും നമ്മുടെ ആദിവാസി സമൂഹവും അല്ലെങ്കിൽ ഒപ്രസ്ഡ് ക്ലാസ്സും മാർജിനലൈസ് ചെയ്യപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ക്ലാസ്സും കാണുന്നത് അവരിൽ നിന്ന് പലതും തട്ടിയെടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് അവർക്ക്. കാരണം നിയമങ്ങൾ എപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ഒരു ലോയ്ക്ക് ഇല്ലെങ്കിൽ ആ ലോയ്ക്ക് എപ്പോഴും ആവശ്യം ഒരു സോഷ്യൽ ബാക്കിംഗ് ആണ്. സോഷ്യൽ ബാക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ടീത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു പല്ലും നഖവും ഇല്ലാത്ത നിയമമായി മാറും. സോഷ്യൽ ബാക്കിങ്ങോട് കൂടി ഉള്ള നിയമങ്ങളായിരിക്കണം എപ്പോഴും കൂടുതൽ
നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും സൗജന്യ നിയമസഹായം നൽകുകയുമാണ് ഗോത്രനീതി പദ്ധതി ലക്ഷ്യമിടുന്നത്. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം ലക്ഷ്യമിട്ടാണ് വാത്സല്യധാര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വയോജനങ്ങൾക്ക് നിയമ അവബോധം നൽകും. സംസ്ഥാനത്ത് ആദ്യമായാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ജില്ലാ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MACT ജഡ്ജ് TH രജിത, അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് M തുഷാർ, മലപ്പുറം കുടുംബ കോടതി ജഡ്ജ് KP സുനിത, മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PM സുരേഷ്, ജില്ലാ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ടോം K തോമസ്, മഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് M ഉമ്മർ, മലബാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഫീഫ് പറവത്ത്, ജില്ലാ സാമൂഹികനീതി ഓഫീസർ CK ഷീബ മുംദാസ്, നിലമ്പൂർ IDDP പ്രൊജക്ട് ഓഫീസർ C ഇസ്മായിൽ, കുറ്റിപ്പുറം KMCT ലോ കോളേജ് പ്രിൻസിപ്പൽ CS ഷീന എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ M ഷാബിർ ഇബ്രാഹിം സ്വാഗതവും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ VG അനിത നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് മലപ്പുറം. കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ തിരൂർ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. തൃപ്രങ്ങോട് പഞ്ചായത്ത് വാർഡ് 13 കോലുപാലത്താണ് സംഭവം. തൃപ്രങ്ങോട് പഞ്ചായത്ത് വാർഡ് 13 കോലുപാലത്ത് ഏകദേശം 65 അടിയോളം താഴ്ചയുള്ളതും വായുസഞ്ചാരം കുറഞ്ഞതും 3 അടിയോളം വെള്ളമുള്ളതുമായ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെയാണ് തിരൂർ അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർ ബിജു VK നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഖിലേഷ് P അതിസാഹസികമായി കിണറ്റിലിറങ്ങുകയും BA സെറ്റ്, റോപ്പ്, നെറ്റ് എന്നിവ ഉപയോഗിച്ചു. മറ്റു സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ആട്ടിൻകുട്ടിയെ പുറത്തെടുത്തത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗിരീഷൻ VP, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്ദീപ് KK, ദേവൻ D എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തലക്കാട്. മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ VR വിനോദ് മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സൗകര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ PSC പരിശീലന ക്ലാസ്സിനാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബുധനാഴ്ച ആരംഭം കുറിച്ചത്. അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ മനസ്സിലായി, ചില പരിശീലനം കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, പക്ഷെ അവരെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ചില പരിശീലനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും പരിശീലനത്തിന് ഫീസ് കൊടുത്തിടത്ത് ചേർന്നാൽ അവിടെ ആൾറെഡി മിടുക്കന്മാരായിട്ടുള്ളവരുണ്ടാവും, സമർത്ഥന്മാരായിട്ടുള്ളവരുണ്ടാവും. അതോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ കോഴ്സിനെപ്പറ്റി ആലോചിച്ചപ്പോൾ മനസ്സിലായി, അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രം. ചിലരൊരു പക്ഷേ പഠനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവും, വായനാശീലവും ഒക്കെ ഇല്ലാത്തവരാവും. സാധാരണ കോച്ചിങ് ക്ലാസ്സിൽ എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഠിച്ചു പോകുന്നവരായതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി അവരോടൊപ്പം എത്തിച്ചേർന്നല്ലേ നമുക്ക് മനസ്സിലായിട്ട് പ്രശ്നം. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആസൂത്രണം ചെയ്യുമ്പോഴും ഇപ്പോൾ കളക്ടറുടെ നിലയിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലയിലോ മാത്രമല്ല ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അവരുടെ അഭിപ്രായം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള അഭിപ്രായം കൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നേരിട്ട് എല്ലാ ദിവസവും വന്ന് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. നേരിട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. കഴിവും പ്രാപ്തിയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരം ലഭ്യമാക്കാൻ അവസരമൊരുക്കുക ഒപ്പം പദ്ധതിയുടെ ലക്ഷ്യമാണ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ 40ഓളം പേർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി എന്നിവർ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചു. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ നാസർ K, കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് വേണുഗോപാൽ, റവന്യൂ ജീവനക്കാരൻ വിപിൻ V തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷീബ മുംദാസ്, റവന്യൂ ഉദ്യോഗസ്ഥനായ രജീഷ് ബാബു, പരിപാടിയുമായി സഹകരിക്കുന്ന ആക്സസ് മലപ്പുറം പ്രതിനിധികളായ ബഷീർ മമ്പുറം, മുസ്തഫ തോരപ്പൻ, സിനിൽ ദാസ്, BNI പ്രതിനിധികളായ ഇർഫാൻ റഹ്മാൻ, സഫീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.